അങ്ങനെ ദൃശ്യം 3 സിനിമ കാണാനായി രാവിലെ 8 മണിക്ക് FDFS പോയി ക്രൗൺ തിയേറ്ററിൽ. പക്ഷെ അവിടെ ചെന്നപ്പോൾ തന്നെ വലിയ ആരവോ ബഹളമൊന്നുമില്ല. അപ്പൊ തന്നെ ഒരു ഹൈപ്പ് ഇല്ലെന്ന് മനസ്സിലായി. ദൃശ്യം 3 അങ്ങനെ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഇറങ്ങി വരികയാണ്. പടത്തിനെ പറ്റി അഭിപ്രായം ഞാൻ ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ആവറേജ് ഫിലിം. ദൃശ്യം എന്ന ഫ്രാഞ്ചൈസി നമ്മൾ ദൃശ്യം 1 ഒരു ക്ലാസിക് മൂവി ആയിരുന്നു. ദൃശ്യം 2 ഇസ് വെരി ഗുഡ് മൂവി. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ദൃശ്യം 3 എനിക്ക് ഒരു ആവറേജ് എന്റർടൈനർ ആയി തോന്നിയിട്ടുള്ള ഒരു വാവ് ഫാക്ടർ പറഞ്ഞ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് തോന്നിയില്ല. പടം ഒരു ഫ്ലാറ്റ് പേസിലാണ് പോകുന്നത്. ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ പണ്ടത്തെ സീരീസ് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ DOP ബൈ സതീഷ് കുറുപ്പ് ഒരു ആവറേജ് വർക്ക്. അനിൽ ജോൺസന്റെ മ്യൂസിക്കും പടത്തിൽ ബ്ലെൻഡ് ആയി പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പല സിനിമകളെ ഒരു ഹൈ എനർജി നോക്കുമ്പോൾ എവിടെയോ ഒരു ലോ പേസ് തോന്നി. ഈ പടത്തിന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിച്ചാൽ ഇപ്പോഴത്തെ കാലത്തെ പല ഫിലിംസ് ആയിട്ടും ഒരു ലെവൽ നോക്കുമ്പോൾ ടെക്നിക്കലി പടം അത്ര ഒരു സംഭവം തോന്നിയിട്ടില്ല. മോഹൻലാലിന്റെ അഭിനയം വാസ് ഗുഡ്. മോഹൻലാൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മീന വാസ് ഓക്കെ. അൻസിബ, എസ്തർ കുഴപ്പമില്ലായിരുന്നു. മുരളി ഗോപി ഉണ്ട്. സിദ്ദിഖ് സിനിമയിൽ ആക്ച്വലി കമ്പയർ ടു പാർട്ട് 1 and 2 സിദ്ദിഖ് ഹാസ് ഡൺ മച്ച് ബെറ്റർ ഇൻ ദിസ് ഫിലിം. ആസ് എ ടോട്ടൽ ഈ പടം എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ആവറേജ്. തിയേറ്റർ പോയി കാണാം. പക്ഷെ നിങ്ങൾ ഒരു ദൃശ്യം ഫാൻ ആണെങ്കിൽ ഒരു വാവ് എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നില്ല. ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമന്റ് പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം.